നമസ്കാരം. SB മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ ബീർ ബഹൂഡി എന്ന പാഠമാണ് പഠിച്ചത്. അതിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ബേലയും സാഹിലും ആണ് ഇതിലെ കഥാപാത്രങ്ങൾ. അവർ രണ്ടുപേരും പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി ഫുലേര ഗ്രാമത്തിലൂടെ പോകുന്ന ആ ഒരു ദൃശ്യമാണ് നമ്മൾ പഠിച്ചത്. ഇനി അവർ കടയിൽ ചെന്ന് മഷി വാങ്ങുന്ന ആ ഒരു ദൃശ്യമാണ് പഠിക്കാനുള്ളത്. നമുക്ക് അതിലേക്ക് കടക്കാം. പെൻമേ പേനയിൽ കുച്ച് സ്യാഹി കുറച്ച് മഷി, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷി, ബെജീത്തി മിച്ചമുണ്ടായിരുന്നു. ഉസ്സെ അതിനെ, സാഹിലിനെ സാഹിൽ, സെമീം പർ തറയിൽ, ചിടക്ക് തീയ ഒഴിച്ച് കളഞ്ഞു. ചിടക്ക് തീയ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കളയുക. നയ്യേ സ്യാഹി പുതിയ മഷി, നയ്യേ പുതിയ, സ്യാഹി മഷി, ഫർവാനെ കേലിയെ നിറയ്ക്കാൻ വേണ്ടി, ദോനോ രണ്ടുപേരും, ദൂക്കാൻ പർ പകുഞ്ച് കടയിൽ എത്തി. രണ്ടുപേരെന്ന് പറഞ്ഞത് ബേലയും സാഹിലും. അപ്പോൾ സാഹില് മനസ്സിൽ വിചാരിച്ചു പുതിയ മഷി വാങ്ങാൻ പോകയില്ലേ, അതുകൊണ്ട് എന്തായാലും ഈ പഴയ മഷി ഇരിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ആ മഷി അങ്ങ് കുടഞ്ഞു കളഞ്ഞത്. എന്നിട്ട് സാഹിലിന് മുമ്പേ ബേല ഓടിപ്പോയി ചെന്ന് കടയിൽ ചോദിക്കുകയാണ്, ഏക്ക് പെൻ സ്യാഹി ഫർദോ, ഒരു പേന മഷി നിറച്ച് തരുവിൻ. ഏക്ക് പെൻ ഒരു പേന, സ്യാഹി മഷി, ഫർദോ നിറച്ച് തരുവിൻ. ഫർ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. സാഹിൽ സേ പകലെ, സേ പകലെ മുമ്പേ, സാഹിലിന് മുമ്പേ, ഹി തന്നെ, ബേലാനെ ബേല, ദൂക്കാൻ വാലേ സേ കടക്കാരനോട്, സേ ഓട്, കഥ പറഞ്ഞു, കടക്കാരനോട് പറഞ്ഞു. അപ്പൊ കടക്കാരൻ അതിന് മറുപടിയായിട്ട് കൊടുക്കുകയാണ്, ബേട്ട മകനെ, സ്യാഹി കി ബോത്തൽ മഷി കുപ്പി, അഫി അഫി ഇപ്പോൾ തന്നെ, ഖാലി ഹോ ഗയി ഹേ ഒഴിഞ്ഞിട്ടുണ്ട്, മഷി ഇപ്പോൾ കുപ്പിയിൽ നിന്ന് തീർന്നതേ ഉള്ളൂ. അബുത്തോ ഇനിയിപ്പോ കൽഹി നാളെയെ മിൽ പായെങ്കി കിട്ടുകയുള്ളൂ. ലേക്കിൻ, അപ്പം ബേല പറയാണ്, ലേക്കിൻ എന്നാൽ, ഇസ്നേത്തോ ഇവനാണെങ്കിൽ, സാഹിലാണെങ്കിൽ, പെൻമേ പേനയിലെ, ജോസിയാഹിത്തി എത്ര മഷി ഉണ്ടായിരുന്നു, ഉസേഫി അതിനെയും, സെമീം പർ തറയിൽ, ചിടക്ക് തീയ കുടഞ്ഞ് കളഞ്ഞു. ഇതാരാണ് പറഞ്ഞത്? ബേല പോലി, ബേല പറഞ്ഞു. അപ്പൊ കടക്കാരൻ അതിന് മറുപടിയായിട്ട് പറയാണ്, ബാദൽ കോ ദേഖ് കാർമേഘത്തെ കണ്ടിട്ട്, ഖടേക്കോ കുടത്തെ, ഖട എന്ന് പറഞ്ഞാൽ കുടം, കുടത്തെ, നഹിയേണ്ടുലാന ചാഹിയെ കമഴ്ത്തി കളയരുത് എന്ന് പറഞ്ഞാൽ കാർമേഘം കണ്ട ഉടനെ മഴ പെയ്യുമെന്ന് വിചാരിച്ച് കുടത്തിരിക്കുന്ന വെള്ളത്തെ കളയരുത്, വെറുതെ ആവശ്യമില്ലാതെ അതിനെ നശിപ്പിച്ച് കളയരുത് എന്നുള്ള പറയുകയാണ്. പേനയിൽ കുറച്ച് മഷി മിച്ചമുണ്ടായിരുന്നു. സാഹിൽ തറയിൽ ഒഴിച്ച് കളഞ്ഞു. ആ മഷിയെ സാഹിൽ തറയിൽ കുടഞ്ഞ് കളഞ്ഞു. പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി ബേലയും സാഹിലും കടയിൽ എത്തി. ഒരു പേന മഷി നിറച്ച് തരുവിൻ. സാഹിലിന് മുമ്പേ തന്നെ ബേല കടക്കാരനോട് പറഞ്ഞു, മകനെ മഷി കുപ്പി ഇപ്പോൾ തന്നെ ഒഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ നാളെയേ കിട്ടുകയുള്ളൂ. എന്നാൽ ഇവനാണെങ്കിൽ പേനയിൽ എത്ര മഷി ഉണ്ടായിരുന്നോ അതിനെയും തറയിൽ കുടഞ്ഞ് കളഞ്ഞു. ബേല പറഞ്ഞു, കാർമേഘത്തെ കണ്ടിട്ട് കുടത്തെ കമഴ്ത്തി കളയരുത് എന്ന് കടക്കാരനും മറുപടി പറഞ്ഞു. ദൂക്കാൻ വാലേ ഭയ്യാനെ കഹ, കടക്കാരനായ സഹോദരൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നമ്മൾ നേരത്തെ പഠിച്ചില്ല, എന്താണ്? കാർമേഘം കണ്ടിട്ട് കുടത്തിരുന്ന വെള്ളമൊന്നും നമ്മളെടുത്ത് കളയാൻ പാടില്ല എന്നതുള്ളത് ആരാണ് പറഞ്ഞത്? കടക്കാരനായ സഹോദരൻ പറഞ്ഞു. എന്നിട്ട് പൂച്ച ചോദിച്ചു. എന്താണ് ചോദിച്ചത്? കോൺസി മേ പഠിത്തേ ഹോ, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 5വീ മേ, 5ാം ക്ലാസ്സിൽ. സാഹിലിനെ, സാഹിൽ, ഐസേ ബുരേ മനസ്സേ, ഐസേ ഇങ്ങനെ, ബുരേ മനസ്സേ മോശമായ മനസ്സ് കൊണ്ട്, സേ കൊണ്ട്,
ബദായ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പാഞ്ച് വീമേം പട്ന പാവുഹോ. മനസ്സിലാവൻ ചിന്തിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വളരെ അപരാധമാണോ എന്ന് പറഞ്ഞാൽ മഷിക്ക് വന്നിട്ട് മഷിയും കിട്ടിയില്ല. അതിൽ കൂടെ 5ാം ക്ലാസ്സിൽ നിന്ന് അവർ പിരിയേണ്ട സമയവും ആയിരിക്കുന്നു. എല്ലാം കൊണ്ട് 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അവനൊരു ദുഃഖത്തിന്റെ സമയമാണ്. അതുകൊണ്ട് അവൻ സാഹില് ഇങ്ങനെ മോശമായ മനസ്സുകൊണ്ട് ചിന്തിച്ചു. എന്താണ്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വലിയ അപരാധമാണോ? അപ്പോൾ കടക്കാരൻ തിരിച്ചു ചോദിക്കുകയാണ്, ദോനോ രണ്ടുപേരും ദൂക്കാൻ വാലെ ഭയ്യാനെ കഹ. കടക്കാരനായ സഹോദരൻ ചോദിച്ചു. രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ എന്ന് കടക്കാരനായ സഹോദരൻ ചോദിച്ചു. അപ്പോൾ മറുപടി പറയാണ്, ഹാം അതെ, ദോനോം രണ്ടുപേരും, ദോനോവോ രണ്ടുപേരും, ഖം ദോനോം കാ സെക്ഷൻ ഫീ ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷനും ഏക് ഹീഹെ ഒന്ന് തന്നെയാണ്. ഏത്? എ ഡിവിഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത്. വേലാനെ വേല ഐസെ ഇങ്ങനെ ഖുഷുഹോക്ക് സന്തോഷവതിയായിട്ട് ബദായ പറഞ്ഞു. ഏതുപോലെ? ഏക് കോയി ബഹുത്ത് ബെടി ബാത്ത് ഹോ. ഏക് ഇത്, കോയി ഏതോ, ബഹുത്ത് വളരെ, ബെടി വലിയ, ബാത്ത് ഹോ കാര്യമെന്ന മട്ടിൽ. അപ്പൊ ഏത് രീതിയിലാണ് വേല പറഞ്ഞത്? ഇത് എന്തോ ഒരു വലിയ കാര്യമെന്ന മട്ടിലാണ് വേല പറഞ്ഞത്. കടക്കാരനായ സഹോദരൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 5ാം ക്ലാസ്സിൽ. സാഹിൽ ഇങ്ങനെ മോശമായ മനസ്സുകൊണ്ട് പറഞ്ഞു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അപരാധമാണ്. രണ്ടുപേരും കടക്കാരനായ സഹോദരൻ ചോദിച്ചു. രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വേല പറയുകയാണ്, അതെ, രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷനും ഒന്ന് തന്നെയാണ്, എ ഡിവിഷനിൽ. വേല ഇങ്ങനെ സന്തോഷവതിയായിട്ട് പറഞ്ഞു. ഏതുപോലെയാണ്? ഇത് ഏതോ വലിയ, വളരെ വലിയ കാര്യമെന്ന മട്ടിൽ. ക്ലാസ്സിൽ ദോനോം രണ്ടുപേരും പാസ് ബൈത്തേത്തെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പിമേ നോട്ട് ബുക്കിൽ കാം കർത്തേത്തോ ജോലി ചെയ്യുകയാണെങ്കിൽ ദോനോ രണ്ടുപേരും കോപ്പിയിലെ കാം കർത്തേത്തെ ജോലി ചെയ്യുമായിരുന്നു. കിതാബ് പഠിത്തേത്തോ പുസ്തകം വായിക്കുമ്പോൾ ദോനോ രണ്ടുപേരും കിതാബ് പഠിത്തേ പുസ്തകം വായിക്കും. ബൽക്കി പിന്നെയോ പാഠ്ഫി ഏക് ഹി പഠിത്തേ പാഠങ്ങളും ഒരുമിച്ച് തന്നെ പഠിക്കും. സാഹിൽ ചമക്കൂടി സൻ 57 മേ വഹ് തൽവാർ പുരാനി ഥി. 57 ചമക്ക് തിളങ്ങിയിരുന്ന വഹ് തൽവാർ ആ വാള് പുരാനി ഥി പഴയതായിരുന്നു എന്ന് പഠിത്താത്തോ വായിക്കുമ്പോൾ വേലാഫി വേലയും ചമക്ക് കൂടി സൻ 57 മേ വഹ് തൽവാർ പുരാനി ഥി എന്ന് പഠിത്തി വായിക്കുമായിരുന്നു. അപ്പം എന്താണോ സാഹില് വായിക്കുന്നോ അത് വേലയും അതേപോലെ വായിക്കുക. ഇത് സുഭദ്രകുമാരി ചൗഹാൻ ഝാൻസി റാണിയിൽ എഴുതിയ ഒരു പൊയത്തിന്റെ വരിയാണ്. അത് സാഹില് വായിക്കുമ്പം വേലയും അതേപോലെ വായിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് ബേല കഹത്തി ബെഹൻജി. ബേല ചോദിക്കും, ടീച്ചറെ പാനി പീനെ ചലി ജാവൂ വെള്ളം കുടിക്കാൻ പോട്ടെ. അപ്പോൾ സാഹിലും കഹത്ത ചോദിക്കും, ബെഹൻജി ടീച്ചറെ പാനി പീനെ ചലാ ജാവും വെള്ളം കുടിക്കാൻ പോട്ടെ. ഇങ്ങനെ ഒരു കാര്യം ഒരാൾ ചോദിച്ചോണ്ട് അടുത്താണോ അത് തന്നെ ചോദിക്കും. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. നോട്ട് ബുക്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും നോട്ട് ബുക്കിലുള്ള ജോലി ചെയ്യുമായിരുന്നു. പുസ്തകം വായിക്കുമ്പോൾ രണ്ടുപേരും പുസ്തകം വായിക്കും. പിന്നെയോ പാഠങ്ങളും ഒരുമിച്ച് തന്നെ പഠിക്കും. സാഹിൽ ചമക്കൂടി സൻ 57 സാഹില് പറയുകയാണ്, 57 തിളങ്ങിയിരുന്ന ആ വാള് പഴയതായിരുന്നു എന്ന് വായിക്കുമ്പോൾ വേലയും അതേ രീതിയിൽ തന്നെ വായിക്കുമായിരുന്നു.
വേല ചോദിക്കും ടീച്ചറെ വെള്ളം കുടിക്കാൻ പോട്ടെ. സാഹിലൻ ചോദിക്കും ടീച്ചറെ വെള്ളം കുടിക്കാൻ പോട്ടെ. ഗണിതക്കെ മാസ്റ്റർ, ഗണിതം കണക്ക്, കണക്കിന്റെ മാസ്റ്റർ സാഹബ് സർ സുരേന്ദ്രജി കാ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ്, സുരേന്ദ്രജിയുടെ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ്, ഖേൽ ഖണ്ഡി എന്ന് പറഞ്ഞാൽ ഡ്രിൽ പീരീഡിന്, കെ ബാദ് ശേഷം, ആത്താത്ത വരുമായിരുന്നു, ശേഷമായിരുന്നു. കണക്ക് മാസ്റ്റർ സുരേന്ദ്രജിയുടെ പീരീഡ് ഡ്രിൽ പീരീഡിന് ശേഷമായിരുന്നു. വെച്ച് കുട്ടികൾക്ക് ഉൻസെ അദ്ദേഹത്തെ, ആ സുരേന്ദ്രൻ മാഷിനെ ഭയമായിരുന്നു, കാമ്പത്യത്തെ പേടിക്കുമായിരുന്നു, വളരെയധികം പേടിയായിരുന്നു. അതുകൊണ്ട് ഖേൽ ഖണ്ഡി ബന്ദ് ഹോനെ സെ, ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റിന് പകലേക്ക് മുമ്പ് തന്നെ അപ്പനി അവരവരുടെ ജഗകോമ്പർ സീറ്റില് ആക്കർ വന്നിട്ട് വൈജാത്യത്തെ ഇരിക്കുമായിരുന്നു. അപ്പൊ കണക്ക് മാസ്റ്റർ വളരെയധികം ദേഷ്യമുള്ള ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഭയമാണ്. അതുകൊണ്ട് അവര് ഡ്രിൽ പീരീഡിന് കുറച്ച് മുമ്പ് തന്നെ ക്ലാസ്സിൽ വന്ന് നേരത്തെ ഇരിക്കുമായിരുന്നു. സുരേന്ദ്രജി മാസ്റ്റർ സാഹബ്, സുരേന്ദ്രജി മാസ്റ്റർ സർ ഇസി പീരീഡുമേ, ഈ പീരീഡില് കോപ്പി ചാഞ്ചിത്തെ, നോട്ട്ബുക്ക് പരിശോധിക്കുമായിരുന്നു, ചെക്ക് ചെയ്യുമായിരുന്നു, തിരുത്തുമായിരുന്നു. സെരാസി അല്പം പോലും, ശക്കല നിസ്സാര തെറ്റുകൾക്ക് പോലും, ഗലത്തി എന്ന് പറഞ്ഞാൽ തെറ്റ്, നിസ്സാര തെറ്റുകൾക്ക് പോലും വെച്ചോങ്കോ കുട്ടികളെ ഇതർ ഊതറാം, ഇവിടെയും അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് തള്ളുമായിരുന്നു. ഫേങ്ക് ദേത്യത്തെ എറിഞ്ഞ് കൊടുക്കുമായിരുന്നു, ബുക്ക് എടുത്തെറിയുകയും കുട്ടികളെ ഉപദ്രവിക്കുകയും, അല്ലെങ്കിൽ ചാപ്പട് മാറിനെ ലഭിത്തത്തെ ശക്തിയായി അടിക്കാൻ തുടങ്ങുമായിരുന്നു. ഉൻകാഹാത്ത്, അദ്ദേഹത്തിന്റെ കൈ ചലിക്കാൻ തുടങ്ങിയാൽ, ശുരു അർത്ഥം ആരംഭിക്കുമ്പോൾ, ശുരു ഹോത്താത്തോ കൈയെ ചലിക്കാൻ ആരംഭിക്കുമ്പോൾ, ടുക്കിന നിർത്തുന്ന കാര്യം, ഫൂൾ ജാത്താത്ത മറന്നതുപോലെ ആയിരുന്നു. ഫൂൾ എന്ന് പറഞ്ഞാൽ മറക്കുക, മറന്നതുപോലെ ആയിരുന്നു. കണക്കിന്റെ മാസ്റ്റർ സർ സുരേന്ദ്രജിയുടെ പീരീഡ് ഡ്രിൽ പീരീഡിന് ശേഷമായിരുന്നു. കുട്ടികൾക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു. ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ അവരവരുടെ സീറ്റിൽ വന്നിട്ട് ഇരിക്കുമായിരുന്നു. സുരേന്ദ്രജി മാസ്റ്റർ സർ ഈ പീരീഡിൽ നോട്ട് ബുക്ക് ചെക്ക് ചെയ്യുമായിരുന്നു. നിസ്സാര തെറ്റുകൾക്ക് പോലും കുട്ടികളെ ഇവിടെയും അവിടെയും എറിഞ്ഞു കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ശക്തിയായി അടിക്കാൻ തുടങ്ങുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ ചലിക്കാൻ ആരംഭിക്കുമ്പോൾ നിർത്തുന്ന കാര്യം മറന്നതുപോലെ ആയിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം സുരേന്ദ്രജി മാസ്റ്റർ സാഹിബിനെ, സുരേന്ദ്രജി മാസ്റ്റർ സാർ വേലയുടെ ബാലോമേ മുടിയിൽ പംസായ കുത്തി പിടിച്ചു. ഒരു ദിവസം സുരേന്ദ്രജി മാസ്റ്റർ സർ വേലയുടെ മുടിയിൽ കുത്തി പിടിച്ചു. പാർ, എന്തിനാണ് പിടിച്ചത്? പാർ, പിന്നീട് ഷായത് ഒരു പക്ഷേ ജിസ് ഗലത്തി കോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, തെറ്റിനെ പാക്കർ കിട്ടിയിട്ട്, വേ അദ്ദേഹത്തിന് ഉസ്കെ അവളുടെ ബാൽ മുടി പകഴ്ക്കർ പിടിച്ചിട്ട് ഫേങ്കിനെ വാലയത്തെ വലിച്ച് എറിയാനായിരുന്നു. ഈ സുരേന്ദ്രൻ മാസ്റ്റർ ആണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുട്ടികളെ വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. അതിനു വേണ്ടിയാണ് അദ്ദേഹം അവളുടെ മുടിയെ പിടിച്ചിങ്ങനെ വച്ചിരുന്നത്. പക്ഷേ വാക്ക് ഗലത്തി ഹീനഹി, അവൾക്ക് തെറ്റ് ഉണ്ടായിരുന്നേ ഇല്ല. ഉൻഹോംനെ, അദ്ദേഹം ബേലയെ ചോട് വിട്ട് കളഞ്ഞു. ബേലയുടെ ഫയഫീദ് ചേഹരേക്കോ, പേടിച്ചരണ്ട ചേഹരേക്കോ മുഖത്തെ ദേക്കർ കണ്ടിട്ട്, സാഹിൽ ബുരി തരക് മോശമായ രീതിയിൽ ഠർ ഗയാത്ത ഭയന്ന് പോയി. ഉസ്നെ ദേഖാക്കി, അവൻ കണ്ടു. എന്താണ് കണ്ടത്? ബേലയുടെ പാവ് കാലുകൾ
അഫീഫി ഇപ്പോഴും കാമ്പ് രഹ്യത്തെ വിറച്ചുകൊണ്ടിരിക്കുന്നു. ജൈസെ ഏതുപോലെ വാക്ക് ഖടേ ഖടേ അവൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അഫി ഇപ്പോൾ ആ സമയത്ത് തന്നെ ഗിർജായെങ്കിൽ ഗിർജ എന്ന് പറഞ്ഞാൽ വീണ് പോകാം, വീണ് പോയേക്കാം എന്ന പോലെ സാഹിലിന് തോന്നി. സുരേന്ദ്രജി മാസ്റ്റർ സാഹബിനെ സുരേന്ദ്രജി മാസ്റ്റർ സാർ കോപ്പിയെ ഉസ്കെ ബൈഠ്നേക്ക് അവളുടെ ഇരിപ്പിടത്തിലേക്ക് ഫേങ്കിനെ കുഴിയെ വലിച്ചെറിഞ്ഞിട്ട് കഹ പറഞ്ഞു ബൈഠ് അപ്പനി ജഗഹ് പർ ഇരിക്കെ തൻ്റെ സീറ്റിൽ. ഏക് ദിൻ ഒരു ദിവസം സുരേന്ദ്രജി മാസ്റ്റർ സാർ വേലയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. പിന്നീട് ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റിനെ കിട്ടിയിട്ട് അദ്ദേഹത്തിന് അവളുടെ മുടി പിടിച്ചിട്ട് വലിച്ചെറിയാനായിരുന്നു. അവൾക്ക് തെറ്റുണ്ടായിരുന്നേ ഇല്ല. അദ്ദേഹം വേലയെ വിട്ട് കളഞ്ഞു. വേലയുടെ പേടിച്ചരണ്ട മുഖത്തെ കണ്ടിട്ട് സാഹിൽ മോശമായ രീതിയിൽ ഭയന്നു പോയി. അവൻ കണ്ടു. എന്താണ് കണ്ടത്? വേലയുടെ കാലുകൾ ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നു. അവൾ പെട്ടെന്ന് ഈ സമയത്ത് തന്നെ വീണു പോയേക്കാം എന്ന പോലെ സാഹിലിന് തോന്നി. സുരേന്ദ്രജി മാസ്റ്റർ സാർ നോട്ട്ബുക്കിനെ അവളുടെ ഇരിപ്പിടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ഇരിക്കെ തൻ്റെ സീറ്റിൽ. വേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. വേലയുടെ മനസ്സ് വളരെയധികം നശിച്ചു പോയി. എന്ന് പറഞ്ഞാൽ വേലയുടെ മനസ്സ് വളരെയധികം ദുഃഖിച്ചു പോയി. തെറ്റ് ചെയ്തില്ലെങ്കിലും മാസ്റ്റർ സാഹബ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് വളരെയധികം ദുഃഖം തോന്നി. മാസ്റ്റർ സാഹബ് ചാഹേ മാസ്റ്റർ സാർ വേണമെങ്കിൽ മുച്ചെ എന്നെ പീഡ് ലേത്തെ അടിച്ചോട്ടെ, എന്നെ വേണമെങ്കിൽ അടിച്ചോട്ടെ. മകർ എന്നാൽ സാഹിൽ കെ സാമനെ സാഹിലിന്റെ മുമ്പിൽ നഹി വച്ച് വേണ്ടായിരുന്നു. സാഹിലിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. സാഹിൽ കെ സാമനെ സാഹിലിന്റെ മുമ്പിൽ ഹുദുക്കോ തനിയെ, ഹുദുക്കോ എന്ന് പറഞ്ഞാൽ തനിയെ, ഷർമിദ മഹസൂസ് കാർ രഹിത്തി അവക്ക് നാണക്കേടായി തോന്നിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ വഹ് ജാൻതി തീക്ക് അവൾക്ക് അറിയാമായിരുന്നു, വഹ് സാഹിൽ കി നസർ മേ അവൾ സാഹിലിന്റെ കണ്ണിൽ ബഹുത്ത് വളരെ അച്ചിഹെ വളരെ നല്ല കുട്ടിയാണ്. ജബ് എപ്പോഴാണോ വഹ് അവൾ ഉസ്കെ പാസ് അവന്റെ അടുക്കൽ ആക്കർ വന്നിട്ട് ബൈഠി ഇരുന്നു, ഉസ്സേ നസർ നഹി മില പായി അവൾക്ക് സാഹിലിന്റെ കണ്ണിൽ നോക്കാൻ കഴിഞ്ഞില്ല. നസർ എന്ന് പറഞ്ഞാൽ കണ്ണ്. വേലയുടെ മനസ്സ് വളരെയധികം ദുഃഖിച്ചു പോയി, നശിച്ച് പോയി. മാസ്റ്റർ സാർ വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, എന്നാൽ സാഹിലിന്റെ മുമ്പിൽ വച്ച് വേണ്ടായിരുന്നു. അവൾക്ക് സാഹിലിന്റെ മുമ്പിൽ തനിയെ നാണക്കേടായി തോന്നിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾക്ക് അറിയാമായിരുന്നു അവൾ സാഹിലിന്റെ കണ്ണിൽ വളരെ നല്ല കുട്ടിയാണ്. എപ്പോഴാണോ അവൾ അവന്റെ അടുക്കൽ വന്നിട്ട് ഇരുന്നു, അപ്പോൾ അവൾക്ക് സാഹിലിന്റെ കണ്ണിൽ നോക്കാൻ കഴിഞ്ഞില്ല.